Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് ആയിട്ടാണ്. അതായത് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അതിന് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ആദ്യം തന്നെ വാങ്ങേണ്ടത്, അതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ ടീനേജേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ട് ആൾക്കാർ, ഇതുവരെ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊന്ന് മേക്കപ്പ് ചെയ്യണം, എങ്ങനെയൊക്കെ അതിൻ്റെ സ്റ്റെപ്സ് എന്നൊക്കെ അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതെനിക്ക് സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അതായത് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്ട്സും എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത്, നമ്മളൊരു മെയിനായിട്ട് വേണ്ടത് ടോണറാണ്. ഫസ്റ്റ് നമ്മൾ ഒന്ന് ടോൺ ചെയ്യുന്നത് നല്ലതാണ് ഫേസിൽ. അതായത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കണം. അപ്പോൾ ഡെയിലി നമ്മൾ സ്കിൻ കെയറിൽ പെടുന്ന ഒന്നാണ് മോയ്സ്ചറൈസിങ് ക്രീം. പക്ഷേ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. അത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മേക്കപ്പ് കിറ്റിൽ എന്തായാലും മോയ്സ്ചറൈസറും ടോണറും. അപ്പോൾ നമ്മുടെ കുറേ സ്കാർസും പിന്നെ എന്താ പറയുക ഒക്കെയുള്ള, അതായത് ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് ടോണർ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആയിട്ടുള്ളത് മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. ഒന്ന് പോൺസിൻ്റെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ തുടക്കക്കാർക്ക് ഈ ഒരു ബ്രാൻഡൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോൺസ് ഉണ്ട്, പിന്നെ നിവ്യ ഉണ്ട്. നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ചെറിയ പാക്കറ്റ്സ് ഒക്കെ കിട്ടും, കണ്ടില്ലേ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പാക്കറ്റ്സ് കിട്ടും, വലുതും കിട്ടും. അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ വാങ്ങാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സൺസ്ക്രീൻ നല്ലൊരു സ്കിൻ കെയർ ആണ്. നമ്മുടെ എന്താ പറയുക, പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് ഇടുക. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറക്കാനും പിന്നെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക കറുത്ത പാടുകൾ അവിടെ ഇവിടെ ആയിട്ട് വരാനും ഒക്കെ ചാൻസസ് കുറക്കുന്നത് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വേഗം തന്നെ എന്താ പറയുക ഏജ്ഡ് ആവാനും ഒക്കെ ചാൻസസ് ഉണ്ട് നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളുകയാണെങ്കിൽ. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനാവില്ല, നമുക്ക് എന്തായാലും പുറത്തു പോകേണ്ടതാണ്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുക. അതിന് നമ്മുടെ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനാണ്. നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ നമ്മൾ 50+ ഉള്ള തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ലൊരു ലോഷൻ ടൈപ്പാണ് ഇത് വരുന്നത്. അതുപോലെ പാരബൻസ് ഉള്ള പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾ ഏത് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അതിൽ പാരബൻസോ ക്രുവൽറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്തായാലും ചെക്ക് ചെയ്യണം. അതിൽ പാരബൻ ഫ്രീ എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും വാങ്ങാൻ പാടുള്ളൂ. അത് നമുക്ക് സ്കിന്നിന് ക്യാൻസറും സ്കിന്നിന് പല പ്രശ്നങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. അത് നമുക്ക് അത്ര നല്ലതല്ല, സ്കിന്നിനായാലും ബോഡിക്കായാലും ഒന്നും നല്ലതല്ല. അതുകൊണ്ട് പാരബൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏത് മോയ്സ്ചറൈസർ ആയിക്കോട്ടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കുക, അതിൽ പാരബൺസ് ഉണ്ടോ എന്ന് നോക്കുക. പാരബൺ ഫ്രീ എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ഏത് പ്രൊഡക്ട്സും വാങ്ങാൻ നിൽക്കാവൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്നും മറന്നു പോകാതെ, നമ്മുടെ മേക്കപ്പ് കിറ്റിൽ എന്തായാലും വേണ്ട ഒന്നാണ് സൺസ്ക്രീൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മോയ്സ്ചറൈസിങ് കഴിഞ്ഞാൽ പ്രൈമറാണ്. പ്രൈമർ തുടക്കക്കാർക്കൊന്നും യൂസ് ചെയ്യാറ് കുറവാണ്, എങ്കിലും പ്രൈമർ നമ്മൾ തുടക്കത്തിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലേ നമ്മളെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫിനിഷ് കിട്ടാൻ പ്രൈമർ എന്തായാലും യൂസ് ചെയ്യുക. ബിഗിനേഴ്സ് എന്തായാലും യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഞങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ യൂട്യൂബിലും എല്ലാറ്റിലും കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈമർ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കുറച്ച് MAYBELLINE പ്രൈമേഴ്സ് ഉണ്ട്, പിന്നെ blue-heavan പ്രൈമേഴ്സ് ഉണ്ട്, പിന്നെ
പിന്നെ നമുക്ക് ഇതാ മാസിൻ്റെ ഒരു പ്രൈമർ ഉണ്ട്. ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളതാണ്. നമുക്ക് ഏത് ബ്രാൻഡ് വേണേൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ വൈബ് അടിപൊളി പ്രൈമറാണ്, മൈ എവർ ഫേവറേറ്റ് പ്രൈമറാണ്. നമ്മുടെ പോസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ളൊരു ഫേസ് കിട്ടാനൊക്കെ MAYB നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രൈമർ കഴിഞ്ഞ് ഇനി ഫൗണ്ടേഷനിലാണ് പോകുന്നത്. ഈ ഒരു ബേസിക് സ്റ്റെപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ എന്താ പറയുക, നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു എന്താ പറയുക, അവിടെ ഇവിടെ കട്ട പിടിച്ചൊക്കെ കേക്കി ആയിട്ടിരിക്കുക എന്ന് പറയില്ല, നമ്മുടെ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കുക. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലോ ലുക്ക് വരുന്നില്ല. അധികം ഫ്രണ്ട്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് ഫൗണ്ടേഷൻ ഇങ്ങനെ തിക്കായി ഓരോ ഭാഗത്ത് ഇങ്ങനെ കേക്കി ആയിട്ടിരിക്കുന്ന കാണാമെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാൻ നോക്കാം. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഇടാനായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തുടക്കക്കാരൊക്കെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത്, എൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അല്ല, ഞാൻ ഒരുപാട് കാലം ബിഗിനിങ് എന്നല്ല, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഓവർ കവറേജ് ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അധികം കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് തന്നെ ലാക്മീൻ്റെ ഇൻസിബിൾ ഫിനിഷ് ഉണ്ട്. ലാക്മീൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ നമുക്ക് നല്ല ബ്ലെൻഡ് ചെയ്ത് പഠിക്കാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് തുടക്കക്കാരാണെങ്കിൽ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഷെയ്ഡാണെങ്കിൽ വീറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് ചെക്ക് ചെയ്ത് എടുക്കാൻ നോക്കുക. ഓരോരുത്തരുടെ ഫേസിൻ്റെ കളറും സ്കിൻ കളറും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ അതേ ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൻ കളർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. എങ്കിലാണ് നമുക്കത് എന്താ പറയുക, ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ട ഒരു പുട്ടി അടിച്ച ലുക്ക് വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിൻ കളർ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നല്ലൊരു കവറേജും പക്ഷെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കവറേജ് വരണമെങ്കിൽ ഒരുപാട് പാടുകളും കറുത്ത പാടുകളും സ്കാർസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിറ്റ്മി, ഇതും നമ്മുടെ ഫിറ്റ്മി ആണ്, മെബിലിൻ്റെ ഫിറ്റ്മി ഫൗണ്ടേഷനാണ്. എൻ്റെത് 310 ആണ് ഇത് വരുന്നത്, കണ്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലിപ്പ് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ മേക്കപ്പിന് മുന്നേ ആണെങ്കിൽ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയുന്ന മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ മെബിലിൻ്റെ ബേബി ലിപ്സ് ആയിരിക്കും. ഇതിൻ്റെ നല്ല കുറേ ഷെയ്ഡ്സുകളുണ്ട്. ഇതൊരു ബേബി പിങ്ക് ആണ് കേട്ടോ ഇത് വരുന്നത് കളറ്. മെബിലിൻ ന്യൂയോർക്കിൻ്റെ കേട്ടോ. ഇതൊരു അടിപൊളി, എല്ലാവർക്കും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ലിപ് ബാം, അല്ലെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ ഒരു കളർ ടിൻ്റൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ലിപ് ബാം ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താലും മതി. കണ്ടില്ല, ഇതിനൊരു പ്രത്യേകിച്ച് കളറൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക, കൈവച്ച് ബ്ലെൻഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ലാക്മി ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ ഒരു ഫ്ലോയിങ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ബ്രഷസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ പറയും, ഇങ്ങനത്തെ ബ്യൂട്ടി ബ്ലെൻഡർ, അതായാലും നല്ലൊരു ഫിനിഷിങ് ഫ്ലോയി ലുക്ക് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കിട്ടുന്ന എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഇതും വളരെ 100 റുപ്പീസിൻ്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു ബ്രഷാണ്, അടിപൊളി ബ്രഷാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആൻഡ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഫേസിൽ തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു ഫ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഒരു ബ്രഷാണ് കേട്ടോ ഇത്. കണ്ടില്ല, ഈ ഒരു ബ്രഷ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷസും നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബ്യൂട്ടി കിറ്റിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സെറ്റിംഗ് പൗഡർ വേണം. അപ്പോൾ അത് നമുക്ക് പല പൗഡേഴ്സും കോമ്പാക്റ്റും നമുക്ക് അവൈലബിൾ ആണ്. അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് കുറേ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിക്കാം. പേർപ്പിളിൻ്റെ ആണ്. പേർപ്പിളിൻ്റെ ഒരു കോമ്പാക്റ്റ് ആണ്. നമുക്ക് എന്തായാലും ഇതൊരു കോമ്പാക്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെ കളർ കോമ്പാക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെ ഫൗണ്ടേഷൻ എടുക്കുന്ന ആ ഒരു കളർ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഒരു ഓവറായിട്ട് ആ ഒരു കോമ്പാക്റ്റ് ഇട്ട ലുക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാനിവിടെ പേർപ്പിളിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത്. പിന്നെ നമുക്ക് ലാക്മിയുടെ ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളത്. ഞാനൊക്കെ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നത് ലാക്മിയുടെ കോമ്പാക്റ്റ് ആണ്, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണത്, ലാക്മീൻ്റെ ആയ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ നോക്കാം. എന്തായാലും ഇപ്പോൾ blue-heavan പിന്നെ MAYB ഒക്കെ നല്ല ഫൗണ്ടേഷൻസ് കോമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. അത് നല്ല അഫോർഡബിൾ റേറ്റിൽ. ഓക്കെ, ഞാൻ കുറച്ച് ലിങ്ക്സ് ഇവിടെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
കോമ്പാക്ട് പൗഡറിൻ്റെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇത് കാജലാണ്. കണ്ണിൽ നമുക്കിപ്പോൾ ഞാനിവിടെ മെബലിൻ്റെ ന്യൂയോർക്ക് കൊളോസൽ കാജൽ, മെബലിൻ്റെ കൊളോസൽ കാജൽ എല്ലാവർക്കും അറിയാം. തുടക്കക്കാർക്ക് പറ്റിയ ഒരു കാജൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് blue-heavan ഇപ്പോൾ കുറേ NYB blue-heavan അതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഹൈ പെൻസിൽസ് ഉണ്ട് ഇങ്ങനത്തെ കോണ്. അപ്പോൾ അതും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാജലാണ്. അപ്പോൾ കണ്ണെഴുതിയാൽ തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് ഒരു ഷെയ്ഡ്, അതായത് നല്ല ഓവറായിട്ട് എഴുതിയില്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ബ്ലാങ്ക്നെസ് മാറ്റാൻ എന്തായാലും നമ്മളെല്ലാം മേക്കപ്പും ചെയ്തിട്ട് കണ്ണിന് മാത്രം ഒരു മേക്കപ്പും ചെയ്യുന്നില്ലെങ്കിൽ മഹാ ബോറായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാനെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാജൽസ് യൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഹൈലൈനേഴ്സ് ലാക്മിയുടേതാണ് ഏറ്റവും അഫോർഡബിൾ ആണ്. അപ്പോൾ ഐലൈനർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ മെബലിൻ്റെ ഒരു ഗ്ലോസി ഐലൈനറാണ്. പിന്നെ എനിക്ക് ഹൈലൈനർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കുറേ കളക്ഷൻസ് എൻ്റെ അടുത്ത് ഇല്ലാത്തത്. ചില സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഹൈലൈനർ. ലാക്മിയുടെ ഹൈലൈനർ അടിപൊളി ഹൈലൈനറാണ്. എന്താ പറയുക, ആ ഒരു ഐലൈനർ നമുക്ക് എന്നും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഗ്ലോസി ഹൈലൈനറാണ് കേട്ടോ. ഇനി നമുക്ക് മസ്കാര. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് മെബലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. നിങ്ങൾക്ക് ലാക്മിയുടെ മസ്കാര ഉണ്ട്. പിന്നെ അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ കുറേ ഞാൻ പറഞ്ഞില്ലേ NYB blue-heavan അതൊക്കെ നല്ല അടിപൊളി മസ്കാരാസ് ഉണ്ട്. ഒക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല മസ്കാരാസാണ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് എന്തായാലും വാങ്ങാൻ പറ്റിയുള്ള കുറച്ച് ബ്രാൻഡ്സ് blue-heavan NYB ഒക്കെയാണ്. പിന്നെ ലാക്മിയുടേതും പിന്നെ മെബലിൻ്റെ ഒക്കെ നല്ലൊരു ഹൈപ്പർ കേളി നല്ലൊരു മസ്കാര നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു മസ്കാരയാണ് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോ ആണ്. ഐബ്രോ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഫില്ല് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഓവറായിട്ടല്ല, നമ്മുടെ ഷേപ്പ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യുക എന്നത് നമ്മുടെ മേക്കപ്പിൽ എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. നല്ലൊരു ചേഞ്ചസ് നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് പറ്റിയത് ഞാൻ പറഞ്ഞില്ല, കുറേ ബ്രാൻഡസ് ഉണ്ട്. പിന്നെ നമുക്ക് ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്താലും മതി. നല്ല തിക്ക് ഐബ്രോസ് എല്ലാം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഐബ്രോ പെൻസിൽസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളത് കുറേ കിട്ടാനുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ലൊരു ഈ ഒരു blue-heavan ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഐബ്രോ ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. എന്നാലും നല്ലൊരു എന്താ പറയുക, നമുക്ക് ഇത് ഉപയോഗിച്ച് നല്ല അടിപൊളിയിൽ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട്. പറയാനുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന blue-heavan ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട്. 150 ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടും. 130 ഒക്കെ 100 കിട്ടുന്നുണ്ട്. പേർപ്പിളിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ് blue-heavan ഒന്ന്. പിന്നെ നമുക്ക് ഇതൊക്കെ നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. 10 ആണ് ഇതിൽ ഷെയ്ഡ് വരുന്നത്. 10 ഉണ്ടോ. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയിരിക്കും തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഓരോ ബ്രാൻഡസ് ബ്ലഷീസിൻ്റെതും പിന്നെ ഗ്ലാമി അങ്ങനെയൊക്കെ പറയുന്ന ബ്രാൻഡസിൻ്റെ കുറേ ലിക്വിഡ് ഫൗണ്ടേഷൻസ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഉണ്ട് ഒരുപാട്. നമുക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിഗിനേഴ്സ് എന്താ പറയുക മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ ഹൈലൈറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു നല്ലൊരു ഹൈലൈറ്റർ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡീസൻറ്റ് ഹൈലൈറ്റർ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഹൈലൈറ്റ് പിങ്ക് ഷെയ്ഡും ഉണ്ട്. നമുക്കൊരു ഒറിജിനൽ ഷെയ്ഡ് അതായത് സിൽവർ, അത് നമുക്കൊരു നല്ലൊരു ഗ്ലോയി ലുക്ക് വരാനും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഉള്ളത് വേണമെങ്കിൽ അതും ഉണ്ട്. 2 ഷെയ്ഡും നമുക്കിതിൽ അവൈലബിൾ ആണ്. ഐഷാഡോസ് നമ്മളൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ഐഷാഡോ ആക്കിയിട്ട് നമ്മളിടുന്ന ലിപ്പിൻ്റെ അതേ കളർ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ആദ്യമൊക്കെ എല്ലാവരും ഐഷാഡോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഐഷാഡോ പാലറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ പോക്കറ്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് പ്രത്യേക കളറൊക്കെ വേണമെങ്കിൽ NYBയുടെ ഒക്കെ നമുക്ക് ചെറിയ ഷോർട്ട്സ് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം ഒരു പീച്ച് ഓർ പിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കളറ് മാത്രം മതിയെങ്കിൽ ഇങ്ങനത്തെ NYB ഇങ്ങനത്തെ ഷോർട്ട് നമുക്ക് NYBയുടെ ബ്രാൻഡിൽ ഇങ്ങനത്തെ കുറേ ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷെയ്ഡ് ഞാൻ കുറേ മുന്നേ വാങ്ങിയതാണ്. ബ്രൗൺ ആണ് കേട്ടോ. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ എല്ലാ ഫേസിനും ഒക്കെ ഒരുപോലെ ചേരുന്ന ഒരു കളറാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ മാസിൻ്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്
മാസിൻ്റെ എല്ലാ പ്രൊഡക്റ്റും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്കിതാ. മാസിൻ്റെ ഈ ഒരു ഹൈലൈറ്റ് എന്താ പറയുക ഐഷാഡോ പാലറ്റ് അടിപൊളി പാലറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് അതിൽ യൂസ് ചെയ്യാം. ഞാനൊരു ന്യൂഡ് ഷെയ്ഡ്സ് മാത്രമാണ്, ഷിമ്മറി ഉണ്ട്, മെറ്റാലിക് ടൈപ്പും ഷിമ്മറിയും ഒക്കെ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ളതും ഉള്ള ഒരു എന്താ പറയുക ഐഷാഡോ പാലറ്റാണ് കേട്ടോ. നമുക്ക് തുടക്കക്കാർക്കൊക്കെ നോക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ് മാസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിന് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രൊഡക്ട്സിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാനും എങ്ങനെ സ്റ്റെപ്പായിട്ട് എങ്ങനെ എന്താ പറയുക മേക്കപ്പിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.